Guys, welcome to our YouTube channel. ഇത് ചെറിയൊരു ബ്ലോഗാണ് ഗൈസ്. അപ്പം ഞങ്ങൾ പെട്ടെന്ന് ഞങ്ങൾക്ക് മന്തി കഴിക്കാനുള്ളൊരു കൂട്ടി തോന്നി. അപ്പം മന്തി നമുക്കൊന്നും തിന്നാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കി ഒരു മസാല ഓംപ്ലേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഉണ്ടാക്കാൻ കാര്യം ഇവിടെ ആർക്കും അറിയില്ല. ഞാൻ ഇവിടെ ഉള്ളി കുനുകുനാന്ന് എരിഞ്ഞുകൊടുക്കുകയാണ്. യൂട്യൂബിൽ നോക്കിയിട്ടാണ് ഗൈസ് നമ്മൾ ഉണ്ടാക്കുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ കുക്ക് ചെയ്യുന്നത് ഇങ്ങനെ വെച്ചിട്ട്. ഓക്കെ, ഇതുപോലെ കണ്ടു കയറിയിട്ട് ഹലോ ഗൈസ്. എന്താ ഇവിടെ ഉണ്ടാക്കുന്നത്? ഇവിടെ മസാല ഓംപ്ലേറ്റ്. ഇതിനാ ചിച്ചിക്കറിയാണ് കറിയില് മുളക് ഇനി പച്ചമുളക് എടുത്തിട്ടോ. പച്ചമുളകാ. ഓക്കേ ഗൈസ്, നമ്മൾ എഗ്ഗ് 2 പൊട്ടിച്ച് വെച്ച് സവാള അരിഞ്ഞ് കുനുകുനാന്ന് അരിഞ്ഞ് ഇട്ടിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് പച്ചമുളക് ഇങ്ങനെ അതേമാതിരി തന്നെ അരിഞ്ഞതിക്കിടാം. സവാള, പച്ചമുളക്, മുളക് പൊടി, ഉപ്പ് ഒക്കെ ഇങ്ങനെ കൂടി പോകുന്നാൽ മതിയോ? മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞത്ത് ഇതിലാണ് ഓംപ്ലേറ്റ്. സ്പെഷ്യൽ ഓംപ്ലേറ്റ് ആണിത്. നല്ല എരിവൊക്കെ ഉണ്ടാവും. ചിറാപ്പുഞ്ചി മഴയത്ത്, ചിറാപ്പുഞ്ചി മഴയത്ത് വാക്കേരി അറിയാം. ഇതാണ് സാധനം. ഇതിന്റെ പേര് കമന്റ് ചെയ്യും. അപ്പയ്ക്ക് മാത്രമേ ഇതറിയൂ. അവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഗൈസ് പതുക്കെ സംസാരിക്കണത്. ഞാൻ എണ്ണ ചൂടായിട്ട് അതിലേക്ക് കരിവേപ്പില ഇട്ട് കൊടുത്തിട്ട് പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുത്തു ഗൈസ്. ഫസ്റ്റ് ടൈം ഞാൻ കുക്ക് ചെയ്യണത്. ഇത് പക്ഷേ ഞങ്ങൾക്ക് മാത്രമായിട്ടോ എനിക്കും ചെയ്യാൻ നോക്കും. ഇവർക്കൊക്കെ ഒന്നും തിന്നാനില്ല. ഇതിനെ ഒന്ന് വഴച്ചണം ഗൈസ്. അപ്പോൾ വഴണ്ടി വരുമ്പം എന്താ മസാലകൾ ഇട്ട് കൊടുക്കണം. 4 മസാല ഉണ്ട്, അത് ഇട്ട് കൊടുക്കണം. ഗൈസ്, കുറച്ച് ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ബ്രൗൺ ആവാനുണ്ട്. ഇന്ന് ഞാൻ പൊളിക്കും ഗൈസ്. ബാലൻസ് ചെയ്യാൻ പഠിച്ചിട്ടേ റോട്ടിക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. മുകളിലൊക്കെ വണ്ടി വരികയാണെങ്കിൽ നമുക്ക് ബാലൻസ് ചെയ്യണം. പൊക്കത്ത് നോക്കാം. നമ്മൾ പൊക്കത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. നടുക്കെത്തി പൊക്കത്തില്ല. അപ്പം ഇങ്ങനെ വണ്ടി വരികയാണെങ്കിൽ നമ്മൾക്ക് ബാലൻസ് ചെയ്യണം. അതും കൂടി ഒന്ന് പഠിക്കണം. എന്നിട്ടേ റോട്ടിക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. കൈയിട്ടില്ല. ഓഹോ, മുട്ട പൊരിച്ച കുറച്ച് മസാല ഇട്ടാണ് കറി ആക്കുന്നു ഗൈസ്. ഉണ്ടാക്കിയ മതി. എനിക്കിഷ്ടം കൂർത്ത സ്റ്റീലിന്റെ ഈ സാധനം ഇതൊന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്തു. അപ്പൊ അടിയിൽ കരിയൂലേ ഗൈസ്? അപ്പം നമ്മുടെ മസാല ഓംപ്ലേറ്റ് എന്നാണ്
തോന്നുന്നു. അപ്പൊ എന്താ പറഞ്ഞ സ്പാനിഷ് ഓംപ്ലേറ്റോ? സ്പാനിഷ് ഓംലെറ്റ്. ഇത് ആദ്യം എല്ലാം മിക്സ് ചെയ്തിട്ട് അടിച്ചാണോ അതോ ആദ്യം വാട്ടിയിട്ട് പിന്നെ അതിന് മുകളിൽ ഒഴിച്ചാണോ? ആദ്യം വാട്ടിട്ട് സ്പാനിഷ് ഓംലെറ്റ്. സ്പാനിഷ് ഓംപ്ലേറ്റ് ആണ് ഗൈസ് ഉണ്ടാക്കിയത്, വെറും മസാല ഓംപ്ലേറ്റ് അല്ല. അപ്പം എന്റെ ചോറ് ഇതാണ്. സാമ്പാറുണ്ട്, മീൻ വറ്റിച്ചതുണ്ട്. അപ്പൊ ഞാൻ ഒരു പീസ് എടുക്കുകയാണേ. എന്റെ പ്ലേറ്റ് അവിടെ കൊണ്ടുവരട്ടെ. ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയ എഗ് ഞാൻ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഗൈസ്. ഞാനും ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. രസമുണ്ടോ? ശരിക്കും പറയും. ഇറ്റ് ഈസ് സോ യമ്മി. നോട്ടെ ഞാൻ കഴിച്ചു. മറ്റേ ഓംപ്ലേറ്റിനേക്കാളും രസം ഇത് ഓംപ്ലേറ്റ്. എന്തൊക്കെ ചെയ്യാം? ഉപ്പ് ലേശം കുറവുണ്ട്. കുറവോ? ഞാൻ കൂടി പോയെന്നാ വിചാരിച്ചത്.